ഇപ്പോൾ കേരളത്തിൽ ബംഗാളികളെ കിട്ടാനില്ല എന്നൊരു പറച്ചിലുണ്ട്. അതായത് വാസ്തവമാണ്, ബംഗാളിലെ ഇലക്ഷൻ കഴിഞ്ഞതോടുകൂടി തന്നെ ബംഗാളികളാരും കേരളത്തിലില്ല എന്നുള്ളതാണ്. പല കാരണങ്ങളുണ്ട്. ഏതായാലും ഇപ്പോൾ പെരുമ്പാവൂരും ആലുവയിലും ഒക്കെ തന്നെ ബോർഡുകളൊക്കെ വന്നു കഴിഞ്ഞു. ഇത്ര രൂപ കൂലി, അതിനപ്പുറത്തേക്ക് തരില്ല. അവർ 1500ഉം 1600ഉം 1700ഉം ഒക്കെയാണ് ബംഗാളികളുടെ കൂലിയായിട്ട് മാറിയിരിക്കുന്നത്. അത് 2000 വരെ പോയ സ്ഥലങ്ങളും ഉണ്ട് എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് സാർ ബംഗാളികൾക്ക് ഇത്ര ക്ഷാമം വരുന്നത്? കേരളം സ്തംഭിക്കുമോ? ഇതാണ്ട് ഞാനതിനൊരു വിക്ടിമാണ്. പ്രാഥമികമായിട്ട് പറയാം. ഞാൻ കഴിഞ്ഞ ഒരു 2 ദിവസത്തേക്ക് മുമ്പ്, ഞാൻ താമസിക്കുന്നത് കാക്കനാടാണ് താമസിക്കുന്നത്. സാധാരണ പണ്ടൊക്കെ ഒരു 2 കൊല്ലം മുമ്പ്, 2, 3 കൊല്ലം മുമ്പ് ഒരു കാക്കനാടൊക്കെ എങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞാലും ഒരു പണിക്കാരെ കിട്ടും. തമിഴ്നാടുകാരനെ കിട്ടുമായിരുന്നു. അതെ, ഇപ്പോൾ തമിഴ്നാടുകാരെ കിട്ടും. തമിഴ്നാടുകാരനെ കിട്ടാൻ കിട്ടാനില്ല. പ്രയാസമാണ്. പിന്നെ ഈ വാഴക്കാല ആ ഭാഗത്താണ് ഈ ബംഗാളികളും തമിഴന്മാരും ലേശമൊക്കെ ഉണ്ട് കുറച്ച്. ഞാൻ ഒരു ലേബറിനെ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോയി. അവസാനം വാഴക്കാല കഴിഞ്ഞിട്ട് അടുത്ത ജംഗ്ഷൻ ചെമ്പുമുക്ക് എല്ലാം കഴിഞ്ഞ് കറങ്ങി തിരിഞ്ഞ് ഒറ്റ ഒരാളെ പോലും കിട്ടിയില്ല. അപ്പോഴാണ് പിന്നീട് അന്വേഷിച്ചപ്പോഴാണ് അറിയുന്നത്, നമ്മുടെ ഇവിടുത്തെ ഈ നിർമ്മാണ മേഖല ആൾമോസ്റ്റ് സ്തംഭനത്തിലേക്ക് എത്തിക്കഴിഞ്ഞു. വലിയ ഗുരുതരമായ പ്രശ്നമാണ്. ഇപ്പോൾ ഈ വെള്ളമില്ലാത്തതോ കറണ്ടില്ലാത്തതോ ഒക്കെ ഉള്ള പ്രശ്നമാണെന്നുണ്ടെങ്കിൽ അവർ ജനറേറ്റർ വയ്ക്കും. വെള്ളമാണെങ്കിൽ ദൂരഭാഗ സ്ഥലങ്ങളിൽ നിന്ന് ടാങ്കർ ലോറിയിൽ അടിക്കും. പക്ഷേ ഇപ്പോൾ അത് എല്ലാം ഉണ്ടെങ്കിലും ഈ നിർമ്മാണ മേഖല പൂർണ്ണമായിട്ട് സ്തംഭിച്ചിരിക്കുന്നു. കൊച്ചിയിലെ അവസ്ഥ ഞാൻ പറയുന്നത്. പിന്നെ ബംഗാളികളെ കാണാനില്ല. അതിന് പെരുമ്പാവൂരിലെ അവസ്ഥ എനിക്കറിയില്ല നേരിട്ട് എന്താണെന്ന്. പെരുമ്പാവൂർ ചെല്ലുമ്പോൾ അറിയാം ബംഗാളികളുടെ, മിക്കവാറും എനിക്ക് തോന്നുന്നു പെരുമ്പാവൂരിലും പ്രശ്നമുണ്ടാവും. പെരുമ്പാവൂരാണല്ലോ ഈ ബംഗാളികളുടെ തലസ്ഥാനം എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പം നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് ഇതിൻ്റെ കാരണം എന്താണെന്ന് നമുക്കിപ്പോഴും ശരിക്കും വ്യക്തമല്ല. കാരണം ഈ പശ്ചിമ ബംഗാൾ തിരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് എല്ലാവരും തിരിച്ച് നാട്ടിലേക്ക് പോയി. അപ്പോൾ അവർക്ക് ഉണ്ടായത്, ഇപ്പം നമ്മൾ പശ്ചിമ ബംഗാളിലെ തിരഞ്ഞെടുപ്പിൻ്റെ പോളിംഗ് ശതമാനം ശ്രദ്ധിച്ചിരുന്നു. എല്ലാം 90-ന് അതെ, 90 മുകളിൽ. മുകളിലായിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഒരു സംശയം ഉണ്ടായി. കാരണം ഈ തെരഞ്ഞെടുപ്പ് വോട്ട് ചെയ്തില്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ CAA പ്രകാരം SIR-ഉം SIR-ഉം CAA ഒക്കെ ഈ ഇഷ്യൂ ആകുമെന്നൊരു സംശയം വന്നു. അപ്പോൾ ഈ പൗരത്വം തെളിയിപ്പിക്കുക, ഉറപ്പിക്കുക, ഈ ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് ഈ ബംഗാളികളെല്ലാം കൂടെ അങ്ങോട്ട് പോയത്. അപ്പോൾ ഇവിടെ കേരളത്തിൽ നല്ലൊരു ശതമാനം ബംഗ്ലാദേശികളുമുണ്ട്. അതെല്ലാവർക്കും ഇവിടുത്തെ പോലീസിനും എല്ലാവർക്കും അറിയാവുന്ന സംഗതിയാണ്. ബംഗ്ലാദേശികൾ നല്ലൊരു ശതമാനമുണ്ട്. അപ്പോൾ അത് അവരുടെയൊക്കെ ഈ പറഞ്ഞതുപോലെ മുർഷിദാബാദാണ് എല്ലാവരുടെയും വിലാസവും. പക്ഷേ അതിന് ശേഷം ഇപ്പോൾ ബംഗാളിൽ ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ ഈ തിരിച്ച് വരാത്തതിൻ്റെ ഒരു പശ്ചാത്തലം എന്ന് പറയുന്നത്, അതിൻ്റെ കാരണമെന്ന് പറയുന്നത് എന്താണെന്ന് നമുക്ക് ഊഹിക്കാനേ ഇപ്പോൾ നിവൃത്തിയുള്ളൂ. അതിലൊന്ന് നമുക്ക് ഊഹിക്കാവുന്നത്, ഇപ്പോൾ സുവേന്ദു അധികാരി ഇപ്പം വളരെ കഴിഞ്ഞ ദിവസം ഇന്നലെ തന്നെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നു, 3D ഓപ്പറേഷൻ, അതായത് ഡിറ്റക്ട്, ഡിലീറ്റ് ആൻഡ് ഡിപ്പോർട്ട്. അതായത് ഇന്നലെ ഇപ്പോൾ അദ്ദേഹം പോലീസിന് നിർദ്ദേശം കൊടുത്തിരിക്കുന്നു, ഈ അവിടുത്തെ പൗരന്മാരല്ലാത്ത അല്ലെങ്കിൽ ബംഗ്ലാദേശിൽ നിന്ന് കുടിയേറി വന്നിട്ടുള്ള മുസ്ലിം പൗരന്മാർ, അതായത് ഈ CAA അനുസരിച്ചിട്ട് പെർസിക്യൂട്ടഡ് മൈനോറിറ്റി ഉണ്ട്, പീഡനം അനുഭവിക്കുന്ന മൈനോറിറ്റീസ്, ഇപ്പം ബുദ്ധമതക്കാരനോ അല്ലെങ്കിൽ ക്രിസ്തു മതക്കാരനോ ഒക്കെ ബംഗ്ലാദേശിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ അവരെ ഇവിടെ അക്കോമഡേറ്റ് ചെയ്യാം. പക്ഷേ മുസ്ലിം സമുദായത്തിൽപ്പെട്ട ഈ പറഞ്ഞിട്ടുള്ള ബംഗ്ലാദേശിൽ നിന്നിട്ടുള്ള ആൾക്കാരെ കണ്ടെത്തി BSFനെ ഏൽപ്പിക്കാൻ പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ BSF നമ്മളുടെ അതിർത്തിയിൽ കൊണ്ടുവന്നിട്ട് നാട് കടത്തുക. അപ്പോൾ ഇത് തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ അമിത്ഷായും പ്രൈം മിനിസ്റ്റർ മോദിയുമൊക്കെ ബംഗാളിലെത്തി പറഞ്ഞിരുന്നു, ഈ ഇവിടുത്തുകാരല്ലാത്തവർ ബാഗ് തയ്യാറാക്കി വെച്ചോളൂ, ഇലക്ഷൻ കഴിഞ്ഞ ഉടനെ പോകേണ്ടി വരുമെന്ന്. അപ്പോൾ ആ ഒരു പ്രക്രിയ അവിടെ സ്റ്റാർട്ട് ചെയ്തിരിക്കുക. ഇതിപ്പോൾ അവിടെ വലിയൊരു സംഘർഷത്തിലേക്കും നീങ്ങാനുള്ള എല്ലാ സാധ്യതകളും കാണുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ കഴിഞ്ഞ ഒരു 3-4 ദിവസം മുമ്പ് അവിടെ ഈ മറ്റേ ഈ പൊതുനിരത്തിൽ ഈ നമാസും അതേപോലെ തന്നെ മറ്റു കാര്യങ്ങളൊക്കെ കോളാമ്പി വയ്ക്കുന്നത്, ഈ ബാങ്കുവിളിയുടെ കോളാമ്പിയൊക്കെ വയ്ക്കുന്നത് നിരോധിച്ചു. ആ നിരോധനം നടപ്പിലാക്കിക്കൊണ്ട് മറ്റേ സുവേന്ദു അധികാരി സർക്കാർ ഉത്തരവിറക്കിയിരുന്നു. അപ്പോൾ അതിനെതിരെ ഉണ്ടായ വൻ പ്രതിഷേധം ഉണ്ടായിരുന്നു. അപ്പോൾ ആ പ്രതിഷേധത്തിനകത്ത് വളരെയധികം ഈ പറഞ്ഞ പോലെ പോലീസിന് നേരെ ആക്രമണം ഉണ്ടായി, പോലീസ് തിരിച്ചാക്രമിക്കുകയും കുറേ പേർ അറസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്തും ഈ പറഞ്ഞതുപോലെ ഈ ഒരു വിഷയം, CAA വിഷയം ഒരു വളരെ ശക്തമായിട്ട് അതിനകത്ത് പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇത് ബംഗാളിലെ ആ ഒരു വിഷയം, ഈ പറഞ്ഞ പോലെ കുടിയേറ്റക്കാരുടെ വിഷയം ഒരു മതവിഷയമായിട്ട് മാറാനുള്ള എല്ലാ സാഹചര്യങ്ങളും അവിടെ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
ഇപ്പോൾ ഗവൺമെൻറ്റിന് ഈ പറഞ്ഞതുപോലെ വ്യക്തമായ ഒരു മാൻഡേറ്റ് കിട്ടിയിട്ടുണ്ട്. യഥാർത്ഥത്തിൽ അവിടെ ഈ ഒരു വിഷയം തന്നെയാണ് മെയിനായിട്ട് തെരഞ്ഞെടുപ്പിൽ പ്രചാരണ രംഗത്തുണ്ടായിരുന്നതും. ഈ മമതയുടെ ഇത്രയും ദയനീയമായ പരാജയത്തിന് കാരണം ഈ ഒരു വിഷയമാണ് മെയിനായിട്ട് നിന്നിരുന്നത്. അപ്പോൾ ഇത് ഇപ്പം വളരെ ശക്തമായിട്ട് ഇപ്പോൾ സുവേന്ദു അധികാരി ഒരു യാതൊരു സംശയത്തിനിടയില്ലാത്ത രീതിയിൽ സി എ എ നടപ്പിലാക്കിക്കൊണ്ട്, അതായത് സിറ്റിസൺസ് അമെൻമെൻറ്റ് ആക്ട് അതനുസരിച്ചിട്ട് ഈ പറഞ്ഞതുപോലെ ബംഗ്ലാദേശിൽ നിന്നുള്ള മുസ്ലിം കുടിയേറ്റക്കാരെ പുറത്താക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ഡിറ്റക്റ്റ് എന്നുള്ളത് ഒരു സുവേന്ദു അധികാരി തന്നെ കണ്ടുപിടിച്ചിരിക്കുന്നു. ആ ഡിറ്റക്റ്റ് ചെയ്തിട്ടാണ് ഈ SIRൽ നേണ്ട 82 ലക്ഷം പേരെ ഒഴിവാക്കിയത്. അപ്പോൾ ഈ 82 ലക്ഷം പേരെ ഒഴിവാക്കപ്പെട്ട ആൾക്കാർ റിപ്പോർട്ട് ചെയ്യപ്പെടാൻ, അതല്ലെങ്കിൽ പുറത്താക്കപ്പെടാനുള്ള എല്ലാ സാധ്യതകളുമാണ് ഇപ്പോൾ നിൽക്കുന്നത്. അവിടെയാണ് കൂടുതൽ സംഘർഷം ഉണ്ടാകാൻ പോകുന്നത്. കാരണം ഈ 82 ലക്ഷത്തിൽ പലരും ചിലപ്പോൾ 1-2 തലമുറ കഴിഞ്ഞിട്ട് വന്നിട്ടുള്ളവരായിരിക്കാം, അല്ലേ? അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് വിഷയങ്ങൾ വരുന്നു. അത് ഇങ്ങനെ അങ്ങോട്ട് കടത്തിവിടുമ്പോഴത്തേക്ക് ബംഗ്ലാദേശിലേക്ക് കടത്തിവിടുമ്പോൾ അവിടെയുള്ള ബംഗ്ലാദേശായിട്ടുള്ള പ്രശ്നങ്ങൾ ഉരുത്തിരിയാൻ സാധ്യതയുണ്ട്. അപ്പോൾ അവിടെ ഇപ്പം നമുക്ക് ഹോസ്റ്റൈലല്ലാത്ത ഒരു ഗവൺമെൻറ്റാണ് ഇപ്പോൾ അവിടെ ബംഗ്ലാദേശിൽ നിലനിൽക്കുന്നത്. അപ്പോൾ ആ ഗവൺമെൻറ് ടു ഗവൺമെൻറ് റിലേഷൻഷിപ്പൊക്കെ വലിയ പ്രശ്നങ്ങളാവും. അതിനേക്കാൾ ഉപരി ഏറ്റവും നമ്മളൊക്കെ ഈ ആശങ്കയല്ലെങ്കിൽ ഉറ്റുനോക്കുന്നത് ബംഗാളിലെ ഈ ഒരു പ്രശ്നം ഒരു കമ്മ്യൂണൽ വിഷയം, 2 മതങ്ങൾ തമ്മിലുള്ളൊരു വിഷയമായിട്ട് ആളിപ്പടരുമെന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും നിർണായകമായി ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു വസ്തുതയെന്ന് തോന്നുന്നു. അപ്പോൾ അങ്ങനെ ഉണ്ടാവാതിരിക്കട്ടെ എന്ന് നമുക്ക് പറയാം. ഇപ്പോൾ അവിടെ കേന്ദ്രസേനയൊക്കെ ഇപ്പോഴും പിൻവലിച്ചിട്ടില്ല. കേന്ദ്രസേന വലിയ ശക്തമായിട്ട് തന്നെ അവിടെ ഉണ്ട്. ഏതാണ്ട് 4 ലക്ഷം കേന്ദ്രസേന പോയതിൽ എനിക്ക് തോന്നുന്നു 1-1.5 ലക്ഷം മാത്രമേ പിൻവലിച്ചിട്ടുള്ളൂ. ബാക്കി ഇപ്പോഴും അവിടെ ക്രമസമാധാനം നിലനിർത്താനുള്ള പ്രശ്നങ്ങളുണ്ട് എന്ന് കണക്കാക്കിയിട്ട് സാർ പറഞ്ഞ ഇതേ പ്രശ്നം അവിടെ ഉള്ളത് കൊണ്ട് അവിടെ നിലനിർത്തിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാക്കാനുള്ള ധൈര്യം ഈ പറയുന്ന വിഭാഗങ്ങൾക്ക് ഉണ്ടാവാനുള്ള സാധ്യതയില്ല. സുവേന്ദുവിന് നല്ല ഭയവും ഉണ്ടായിരിക്കും. എപ്രകാരം ആസാമിൽ ഭയമാണോ അതുപോലെ തന്നെയായിരിക്കും ഇവിടെയും എന്ന് തോന്നുന്നു. കഴിഞ്ഞ ദിവസം ഇപ്പം ഈ അവിടെ സംഘർഷവും ലാത്തിചാർജും ഉണ്ടായതിൻ്റെ പശ്ചാത്തലത്തിൽ സുവേന്ദു അധികാരി 40 ബറ്റാലിയൻ കേന്ദ്രസേനയ്ക്ക് അഭ്യർത്ഥിച്ചിരിക്കുകയാണ് കേന്ദ്രത്തോട്. അപ്പോൾ അതും ഇപ്പോൾ അവിടെ എത്തിയിട്ടുണ്ടാവും സാധനം. അപ്പോൾ അവിടെ ഈ ആസാമിലെ കണക്കുള്ളൊരു വിഷയമല്ല വെസ്റ്റ് ബംഗാളിലെ പശ്ചിമ ബംഗാളിലെ വിഷയം എന്ന് പറയുന്നത്. അവിടെ ഇപ്പം 2011 സെൻസസ് അനുസരിച്ചിട്ട് ഏതാണ്ട് 27% മുസ്ലിം പോപ്പുലേഷൻ ഇപ്പം ബംഗാളിലുണ്ട്. അതിപ്പോൾ പറയുന്നത് ഏകദേശം 35% ആയി കാണും എന്നാണ് പറയുന്നത് സെൻസസ് എടുത്തു കഴിഞ്ഞാൽ. അപ്പോൾ ഏകദേശം ഏതാണ്ട് തുല്യ ശക്തികൾ പോലെ അവിടെ മുസ്ലിം ജനവിഭാഗവും ഹിന്ദു സമൂഹവും ഉണ്ടായിട്ടുണ്ട്. അവിടെ ഇപ്പോൾ ഹിന്ദു സമൂഹം ഒറ്റയ്ക്ക് നേരെ BJPയുടെ ഭാഗത്തേക്ക് മാറിയിരിക്കുന്നു. രാഷ്ട്രീയമായ എല്ലാവിധ ശക്തിയിലേക്കും അവിടുത്തെ ഹിന്ദു സമൂഹം മാറിയിരിക്കുന്നു. ഈ 82 ലക്ഷം ഈ നമ്മൾ SIRൽ കണ്ടെടുത്ത അല്ലെങ്കിൽ കണ്ടെത്തിയ ആൾക്കാരെ പുറത്താക്കുമ്പോൾ അത് മുഴുവൻ ഈ മുസ്ലിം ജനവിഭാഗം തന്നെയായിരിക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഈ ഒരു 2 ആസാമിലെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഇത്രയും ഈ അംഗസംഖ്യ അവിടെ ഇല്ല. മറിച്ച് ഇതൊരു 2 തുല്യ ശക്തികൾ എന്നതുപോലെയാണ് ബംഗാളിലെ ഈ പ്രശ്നം വരുന്നത്. അതാണ് ഈ അവിടെയുള്ള ഈ വരും ദിവസങ്ങളിൽ ഇതെങ്ങനെ ഒരു അടുത്ത ലെവലിലേക്ക് പോകും എന്നുള്ളത് വളരെ പോയി കഴിഞ്ഞാൽ വലിയ പ്രശ്നമാവും. പണ്ട് നൗഖാലിയിലെ ഹിന്ദുക്കളെ കൂട്ടക്കൊല ചെയ്യായിരുന്നല്ലോ, അതിന് സമാനമായി തിരിച്ചു ചിലപ്പോൾ ഉണ്ടായേക്കാം എന്നുള്ള ഒരു പ്രശ്നം വരുന്നു. അല്ല, അതിനുശേഷം നിരന്തരമായിട്ട് ബംഗാളിലുള്ളൊരു സംഗതിയാണ്. കാര്യം അത് കൂടുതൽ സംഭവിക്കുക ദുർഗാപൂജ സമയത്താണ്. പണ്ട് 80കളിലൊക്കെ ദുർഗാപൂജ സമയത്ത് ദുർഗാപൂജ എന്ന് കേട്ട് കഴിഞ്ഞാൽ നമ്മളൊക്കെ ഇവിടെ നിന്ന് അന്നൊക്കെ പത്രങ്ങളാണ് മെയിനായിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഈ ദുർഗാപൂജയെ കുറിച്ചിട്ടുള്ള കേൾവിയും മറ്റു സാധനങ്ങളും ഒക്കെ കേട്ടിട്ട് അന്നത്തെ കാലഘട്ടത്തിൽ ഇത്രയധികം നമ്മുടെ എക്സ്പോഷറില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അന്ന് വായിക്കുന്ന സമയത്ത് ഈ ദുർഗാപൂജയായിട്ട് ബന്ധപ്പെട്ട് ബംഗാളിലെ ഈ പള്ളികളുടെ മോസ്കിൻ്റെ മുമ്പിൽ കൂടെ പോകുമ്പോഴുള്ള പ്രശ്നങ്ങളായിരുന്നു അന്ന് കൂടുതലുണ്ടായിരുന്നത്. അപ്പോൾ അത് ഇടയ്ക്ക് മമതയുടെ കാലഘട്ടത്തിലും ഉണ്ടായിരുന്നു. പക്ഷേ എങ്കിലും ഏകദേശം ഒന്ന് അമർന്ന ലക്ഷണത്തിലായിരുന്നു കഴിഞ്ഞ ഏതാനും വർഷങ്ങളായിട്ട്. അപ്പോൾ അത് എപ്പോഴും ആ തീപ്പൊരി അതിങ്ങനെ ബംഗാളിൻ്റെ പശ്ചാത്തലത്തിൽ ഇങ്ങനെ കിടക്കുകയാണ്. ഒരു ചെറിയ കാറ്റ് കിട്ടിയ ആളിക്കത്തുന്ന അവസ്ഥയാണ്. അപ്പോൾ നവഖലിയിൽ നമുക്കറിയാം, നമ്മുടെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ മഹാത്മാഗാന്ധി നവോഖലിലൂടെ നടന്ന് പോവുകയായിരുന്നു, ചോരപ്പുഴയിലൂടെ നടന്നു പോവുകയായിരുന്നു. ഹിന്ദു കൂട്ടവംശത്തിയായിരുന്നു അവിടെ നടന്നത്. അതെ. അപ്പോൾ അതുകൊണ്ട് ആ ഒരു പശ്ചാത്തലം ഉള്ളതിൻ്റെ ഒരു വെളിച്ചത്തിൽ അത് എങ്ങനെ പോകും എന്ന് പറയാൻ പറ്റത്തില്ല. ഇതിനകത്ത് ഇപ്പോൾ ബംഗ്ലാദേശികൾ ഉൾപ്പെട്ടിട്ടുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. 1947 തികച്ചും ഒരു
ഒരു മതപ്രശ്നമായിരുന്നെങ്കിൽ ഇപ്പോൾ ഉള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബംഗ്ലാദേശികളുടെ നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ്. ഈ 82 ലക്ഷം ഒഴിവാക്കപ്പെട്ടതിൽ ഈ പറഞ്ഞതുപോലെ പലരും ഒന്നും രണ്ടും തലമുറ കഴിഞ്ഞ് വന്നവരായിരിക്കും ഇതിനകത്തുള്ളത്. അപ്പോൾ അവരൊക്കെ എങ്ങനെ, അവർക്ക് ഈ പറഞ്ഞ പോലെ അവർ ജനിച്ചു വളർന്ന നാട്ടിൽ നിന്ന് നാടുകടത്തപ്പെടുകയാണെന്നുണ്ടെങ്കിൽ അവർ ചെല്ലുന്നത് തികച്ചും ഒരു അന്യമായ ദേശത്തിലേക്കാണ് ചെല്ലുന്നത്. അപ്പോൾ അങ്ങനെ ഉണ്ടാകുമ്പോൾ അവരവിടെ സ്വീകരിക്കപ്പെടുക, അവരുടെ ഭാവി, ഇപ്പോൾ ഈ ആശങ്കകൾ വർക്ക് ചെയ്യുന്ന സമയത്ത് അതെങ്ങനെ അത് ഒരു വലിയ ജനവിഭാഗത്തിൻ്റെ അതൊരു മതവിഷയമായിട്ട് മാറുകയാണെന്നുണ്ടെങ്കിൽ ബംഗാളിൽ ഈ പറഞ്ഞതുപോലെ നമ്മൾ അപ്രതീക്ഷിതമായ പലതും ചിലപ്പോൾ ഒരു പക്ഷേ സാക്ഷ്യം വഹിക്കേണ്ടി വരും. നിങ്ങളാണ് ഞങ്ങളുടെ കരുത്ത്. നമ്മുടെ ചാനൽ ഇതുവരെ കണ്ടിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നുപോയിട്ടുള്ള പ്രിയപ്പെട്ടവർ ഉറപ്പായും അത് ചെയ്യണം എന്നൊരു അഭ്യർത്ഥന കൂടിയുണ്ട്.